വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ശശി തരൂർ. ജയിലിലായാൽ മന്ത്രിമാരുടെ സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിനെ ഇപ്പോൾ ശശി തരൂർ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. 2 മണിക്ക് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്നു. ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷ നീക്കം. PR സുനിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുനിൽ, പ്രതിപക്ഷത്തെ ആകെ വെട്ടിലാക്കുന്നതാണ് ബിൽ. അതിനെതിരെ രംഗത്തെത്തുന്നു പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും. അപ്പോഴാണ് ശശി തരൂർ ഈ ബില്ലിനെ എതിർക്കാതെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. വിനീത, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇപ്പോൾ ബില്ല് അവതരിപ്പിക്കാൻ നീക്കം നടത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ഇപ്പോൾ ഈ വിവാദ ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്. എല്ലാ ഭരണപക്ഷ എംപിമാരോടും ഈ സമയം പാർലമെന്റിൽ ഹാജരാകണം എന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിക്കവേ ശശി തരൂർ ഇപ്പോൾ പ്രതിപക്ഷത്തെയാകെ കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ആവർത്തിച്ച നിലപാടുകളുടെ മറ്റൊരു തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഏതായാലും ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഏതെങ്കിലും ഒരു കേസിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ഒക്കെ തന്നെ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ 31ാം ദിവസം അവർ മന്ത്രിമാരല്ലാതാകുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥ എന്നത് പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തുമ്പോഴാണ് ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ബില്ല് നല്ലതാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. JPC-യിൽ ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കട്ടെ എന്നും ശശി തരൂർ പറയുന്നു. അപ്പോൾ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് തീർച്ചയായും കോൺഗ്രസിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. രാവിലെ നമുക്കറിയാം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, സംഘടനയുടെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം ഈ ബില്ല് കരിനിയമമാണെന്നും ഇത് പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചൊതുക്കാനുള്ള നീക്കമാണ് എന്നൊക്കെ KC വേണുഗോപാൽ പ്രതികരിച്ചതാണ്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂർ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ ശശി തരൂർ തന്നെ കോൺഗ്രസിന്റെ നിലപാട് തള്ളി ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ബില്ല് സഭയിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ശശി തരൂരൊക്കെ തന്നെ വിപ്പ് ലംഘിച്ച് എന്തെങ്കിലുമൊക്കെ തന്നെ ഒരു നീക്കം നടത്തുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം. ഏതായാലും ഉടനൊന്നും തന്നെ ഈ ബില്ല് ഒരു വോട്ടെടുപ്പിലേക്കോ ഒരു ചർച്ചയിലേക്കോ പോകാനുള്ള സാധ്യതയില്ല. സെലക്ട് കമ്മിറ്റിയിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ. പക്ഷേ അപ്പോഴും ഇതിനെ രാഷ്ട്രീയമായി കോൺഗ്രസ് എതിർക്കുമ്പോൾ അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ശരി, ബില്ലിൽ തെറ്റില്ല എന്നായിരുന്നു, ബില്ലിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല, JPC-യിൽ ചർച്ച നടക്കട്ടെ എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം.